ദൈവനാമനും മഹത്വമുണ്ടാകട്ടെ. അമ്മയുടെ പ്രത്യക്ഷ സാക്ഷിയാക്കി രണ്ടാം വട്ടം ഈ ആൽത്താരെയും അമ്മ ഉയർത്തേന് അമ്മയ്ക്കും ഈശോയ്ക്കും നന്ദി പറയുന്നു. എൻ്റെ പേര് റിൻസൻ എന്നാണ്. ഞാൻ വരുന്നത് തൃശ്ശൂരിൽ നിന്നാണ്. എൻ്റെ ഇടവക കുണ്ടന്നൂരാണ്. അമ്മ ചെയ്തിരുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപക്കും നന്ദി പറയുന്നു. എൻ്റെ 2023 ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നത്. കൂട്ടുകാർ വഴിയാണ് വന്നത്. അന്ന് തൊട്ടിട്ട് ഇന്ന് വരെ പുതുക്കി ജീവിക്കുന്നു. ഈശോയിനും അമ്മേനും കൂടുതൽ സ്നേഹിക്കുന്നു. എനിക്ക് കിട്ടിയിട്ടുള്ള അനുഗ്രഹം എന്ന് പറയുന്നത്, എൻ്റെ അമ്മയുടെ കയ്യിൻ്റെ മുകളിൽ അമ്മ ഒരു വീട്ടിൽ ജോലിക്കാണ് പോകുന്നത്. അമ്മയുടെ കയ്യിൻ്റെ മുകളിൽ സോപ്പിലിൻ്റെ അലർജി ഉണ്ടായിരുന്നു. ഡോക്ടറിനൊക്കെ കാണിച്ചിട്ട് മാറിയെന്നില്ല. അമ്മയുടെ ഉപ്പും തേനും അതേപോലെ തന്നെ ഉടമ്പടി തൈലം മൂലമാണ് അമ്മയുടെ കയ്യിൻ്റെ മുകളിലത്തെ മാറിയത്. അതേപോലെ തന്നെ എൻ്റെ ചേച്ചിക്ക് വീടിൻ്റെ തൊട്ടപ്പുറത്ത് സ്ഥലം മേടിക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നു. അവിടുത്തെ വീട്ടിലെ ചേട്ടൻ കൊടുക്കണില്ല എന്നാണ് പറഞ്ഞിരുന്നത്. അമ്മയുടെ ഉപ്പിട്ടിട്ട് പ്രാർത്ഥിച്ചു, വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു. ആ സ്ഥലം ഈശോയും മാതാവും ഞങ്ങൾക്ക് മേടിച്ചു തന്നു. ഇതുപോലെ വീടിൻ്റെ അവിടെ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു. ഞങ്ങൾ കൂടുതൽ പ്രാർത്ഥിക്കുന്നതാണ് അവരുടെ പ്രശ്നം. അപ്പോൾ ഞാൻ ഇങ്ങനെ എൻ്റെ മനസ്സിലിങ്ങനെ തോന്നുകയാണ്, നീ ഉപ്പിട്ടിട്ട് പ്രാർത്ഥിക്കുക. ഞാനിവിടെ വന്നിട്ട് മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചു. അങ്ങനെ മാതാവിൻ്റെ മാതാവ് എനിക്ക് സന്ദേശം തന്ന വഴി ഞാൻ ഉപ്പിട്ടിട്ട് പ്രാർത്ഥിച്ചു. ഇപ്പോൾ അവരായിട്ട് കുഴപ്പങ്ങളൊന്നുമില്ല, സന്തോഷമായിട്ട് അവർ പോകുന്നു. അവർക്ക് നമുക്ക് ആരും ശത്രുതയെ വിചാരിച്ച് ജീവിക്കാൻ എനിക്ക് ആഗ്രഹമില്ല. പണ്ടത്തെ ഒരു സ്വഭാവം വെച്ചിട്ട് ഇപ്പോൾ കൂടുതൽ ദൈവത്തിലേക്ക് അടുത്ത കാരണം, ഈശോയിനും അമ്മേനെയും അറിയണ കാരണം എനിക്ക് കൂടുതൽ ആരിനെ അങ്ങനെ ദ്രോഹിക്കാൻ താല്പര്യമില്ല. പിന്നെ കൂട്ടുകാരന്മാരുടെ കല്യാണം നടക്കാത്തതിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു. വയസ്സ് 34 വയസ്സ് 36 വയസ്സായ ചേട്ടന്മാരുണ്ടായിരുന്നു. നമുക്ക് വേണ്ടപ്പെട്ട ചേട്ടന്മാരായിരുന്നു. അവരുടെ വിവാഹം അമ്മ വഴി ഈശോ വഴി നടത്തി കൊടുത്തു. കാരുണ്യ പ്രവൃത്തികൾ ഞാൻ വൃദ്ധസദനത്തിലേക്ക് പോകാറുണ്ട്. അവിടെ പോയിട്ട് അമ്മച്ചമാരും അപ്പച്ചമാരും കുളിപ്പിക്കും. അവർക്ക് ഞാൻ കുളിപ്പിക്കാൻ വന്നില്ലെങ്കിൽ ഭയങ്കര വിഷമമാണ്. അപ്പോൾ അവർ നീ അടുത്ത ആഴ്ച വരണം കേട്ടോ, അല്ലെങ്കിൽ ഇട ദിവസങ്ങളിൽ വരണം. അങ്ങനെ ഏറ്റവും കൂടുതൽ അവരെന്നെ അപ്പച്ചന്മാരും അമ്മച്ചമാരും സ്നേഹിക്കുന്ന കാരണം നമ്മൾ കൂടുതൽ അവരുടെ അടുത്തേക്ക് പോവും. പിന്നെ ഇതേപോലെ രോഗികളായി കിടക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ പോവും. ഡോക്ടർ ആശുപത്രിയിലേക്ക് ഇതേപോലെ എനിക്ക് ഓരോ ആൾക്കാരെ ആശുപത്രിയിൽ കിടക്കുന്നുണ്ടെങ്കിൽ അവരുടെ അടുത്തേക്ക് പോയിട്ട് പ്രാർത്ഥിച്ചിട്ട് എനിക്ക് ഈശോയും മാതാവും മെസ്സേജ് തരാറുണ്ട്. അവരുടെ അടുത്ത് പറഞ്ഞു കൊടുക്കാറുണ്ട്, കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. ഉടമ്പടിയിലേക്ക് വരണം. പക്ഷേ അനുഗ്രഹങ്ങൾ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർ മാതാവും വേണ്ട ഈശോയും വേണ്ട എന്ന് പറയാറുണ്ട്. അങ്ങനെ കുറേ ആൾക്കാർ എൻ്റെ വീടിൻ്റെ ചുറ്റുഭാഗത്തിന് സാക്ഷ്യങ്ങൾ കിട്ടിയിട്ട് സാക്ഷ്യം പറയാത്ത കുറേ ആൾക്കാരുണ്ട്. എന്ത് പ്രശ്നം വന്ന് ദിവ്യബലിക്ക് പോകാൻ താല്പര്യമില്ലാതെ എന്തിനാണ് പോകണമെന്ന് വരെ ചോദിച്ചിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് ഞാൻ സാക്ഷ്യം പറഞ്ഞിട്ട്, ആദ്യമത്തെ വട്ടം സാക്ഷ്യം പറഞ്ഞിട്ട് എന്നെ എൻ്റെ കൂട്ടുകാരന്മാർ മുഴുവൻ എൻ്റെ അടുത്ത് നീ എന്തിനാ അങ്ങോട്ട് പോകുന്നത്, അതിൻ്റെ ആവശ്യമൊന്നുമില്ല, നീ ഇത് ഏത് സഭയെന്ന് എനിക്കറിയോ. അപ്പോൾ അങ്ങനെ കുറേ നിച്ച വർത്തമാനങ്ങൾ കുറേ കേട്ടിട്ടുള്ള ഒരാളാണ് ഈ കൃപാസനത്തിലേക്ക് വന്നതിൻ്റെ ശേഷം. കൂടുതൽ ആലുമയിലേക്ക് പോയതെന്ന് വെച്ചെങ്കിൽ എന്നും ദിവ്യബലി കാണണം. എനിക്ക് ദിവ്യബലി കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ജോലിക്ക് പോകുള്ളൂ. എനിക്ക് പെയിൻറ്റിങ് വർക്കാണ്, അത് അമ്മ തന്നിട്ടുള്ളതാണ്. അപ്പോൾ എന്നും പള്ളിയിലേക്ക് പോകണം. പള്ളിയിലേക്ക് പോകുമ്പോൾ ആൾക്കാർ പറയും വലിയ പുണ്യാളം വരുന്നുണ്ട്, അങ്ങനെയൊക്കെയാണ് പറയുന്നത്. അത് പറഞ്ഞോടെ എനിക്ക് വിഷമമില്ല. ഞാൻ ഈശോയുടെ കൂടെയും അമ്മയുടെ കൂടെ നടക്കണതിൻ്റെ അനുഗ്രഹങ്ങളും എനിക്ക് ഒരുപാട് കിട്ടിയിട്ടുള്ള കാരണം എനിക്ക് കുഴപ്പമില്ല. പറയണവരെന്ന് പറഞ്ഞോട്ടെ, കുഴപ്പമില്ല. എനിക്ക് അച്ഛൻ്റെ ധ്യാനങ്ങൾ ഫുൾ ടൈം എൻ്റെ ചെവിട്ടിലെ ഇയർഫോണാണ്. ധ്യാനങ്ങൾ അല്ലെങ്കിൽ സാക്ഷ്യങ്ങൾ, അതുപോലെ തന്നെ വിജയകുമാർ സാറിൻ്റെ ധ്യാനങ്ങൾ, ടോക്കുകൾ, അങ്ങനെയൊക്കെയാണ് നമ്മുടെ കൂടുതൽ ജീവിതം നയിക്കുന്നത്. ഞാൻ ഇങ്ങനെ കൂടുതൽ ഫുൾ ടൈം വർക്കിന് പോകുമ്പോഴൊക്കെ ഞാൻ ഇയർഫോൺ വെച്ചിട്ട് ഇങ്ങനെ നടക്കണ കാരണം എൻ്റെ കൂട്ടുകാരന്മാർ വരെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, നമുക്ക് പ്രാന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. കൂടുതൽ ഈശോ ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ എനിക്ക് മെൻ്റലാവും എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ആൾക്കാരുണ്ട് എൻ്റെ അടുത്ത്. എനിക്ക് അവരോട് പറയാനുള്ളത്, കൃപാസനത്തിലേക്ക് വന്ന് ഉടമ്പടി ജീവിതം നയിച്ചാൽ ഇവർക്ക് അറിയാം എന്താണ് കൃപാസനത്തിൻ്റെ മാതാവിൻ്റെ ശക്തി, അമ്മയുടെ ശക്തി, അതേപോലെ തന്നെ സഞ്ചാരി മാതാവിൻ്റെ കഴിവ്. എനിക്ക് ആക്സിഡൻ്റ് ഉണ്ടായി 2-3 വട്ടം എനിക്ക് ആക്സിഡൻ്റ് ഉണ്ടായിട്ടുണ്ട്. അതിനൊക്കെ എനിക്ക് മെസ്സേജുകൾ തരും, ഇന്ന പ്രശ്നം ഉണ്ടാവും, നീ പേടിക്കണ്ട. പക്ഷേ നമ്മളെ സംരക്ഷിക്കാൻ സഞ്ചാരി അമ്മ എന്ന് പറയുന്നത് വെറുതെ പറയുന്നില്ല. സഞ്ചാരി അമ്മ അത്രയും നമ്മൾ വിശ്വസ്തത ദൈവത്തിനോട് കാണിക്കുന്നുണ്ടെങ്കിൽ, വിശ്വസ്ത അമ്മയോട് ഈശോടും കാണിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ കൂടെ തീർച്ചയായിട്ടും ഉണ്ടാവും എന്നുള്ള ഉറപ്പുണ്ട് എനിക്ക്. കാരണം ഞാൻ അങ്ങനെ നടന്നിരുന്ന ഒരു വ്യക്തിയാണ്. എൻ്റെ നാട്ടുകാരുണ്ട് ഇവിടെ, ഞാനിവിടെ സാക്ഷ്യം പറയുമ്പോൾ. അപ്പോൾ ഏറ്റവും കൂടുതൽ ഉടമ്പടിയിൽ വന്നതിൻ്റെ ശേഷമാണ് ഞാൻ ആത്മീയയിലേക്കായാലും കൂടുതൽ എല്ലാ കാര്യങ്ങൾക്കും, ദൈവിക കാര്യങ്ങളൊക്കെ ആയാലും മനുഷ്യനെ തിരിച്ചറിയാനുള്ള കാര്യങ്ങളൊക്കെ ഉടമ്പടിയിൽ വന്നതിന് ശേഷമാണ്. പിന്നെ നല്ലൊരു മദ്യപാനികയായിരുന്നു ഞാൻ. അത്യാവശ്യം എനിക്ക് 30 വയസ്സായിട്ടുള്ളൂ. അതിന് മുന്നേ അത്യാവശ്യം ഞാൻ 2023 ഞാൻ ഉടമ്പടി എടുത്തത്. അന്ന് തൊട്ടിട്ട് ഇന്നേ വരെ
ഞാൻ മദ്യപാനം അങ്ങനെ ദുശീല സാധനങ്ങളൊന്നും എനിക്ക് ആ ഭാഗത്ത് വരെ നിൽക്കില്ല ഞാൻ, കാരണം തലവേദന തുടങ്ങും. എനിക്ക് അമ്മ തന്നിട്ട് ഒരു അനുഗ്രഹമാണത്. കാരണം ആ ഭാഗത്തുനിന്ന് പൈശാശക്തിയുള്ള ഭാഗമാണ് ആ ഭാഗം. അപ്പം നമ്മൾ അവിടെ നിന്ന് പോവും. ഞാൻ പിള്ളേരുടെ അടുത്ത് പറയാറുണ്ട്, ഇത് കുടിച്ചിട്ട് കാര്യമൊന്നുമില്ല, നിങ്ങൾ ഈശോനെ മാതാവിനെ കൂടുതൽ സ്നേഹിക്കണം എന്നൊക്കെ അങ്ങനെ പറഞ്ഞു ഓർക്കാറുണ്ട്. ഇനി ഉടമ്പടിയിൽ തന്നെ ജീവിക്കുന്ന ആഗ്രഹമുണ്ട്, മരണം വരെ ഉടമ്പടിയിൽ ജീവിക്കുന്ന ആഗ്രഹമുണ്ട്. എനിക്ക് ചെയ്തു തന്ന ഒരുപാട് അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഈശോയുടെ കൂടെ നടക്കാൻ കൃപ തന്നതിനും, എനിക്ക് ദിവ്യബലിയൊക്കെ പോകാണ്ടിരുന്നു കഴിഞ്ഞാൽ ശരിക്കും നമുക്ക് ഈശോനെ കുത്തിയ പോലെ ഹാർട്ടിലൊരു വേദനയാണ് എനിക്ക്. ഞാനങ്ങനെ അതുകൊണ്ടാണ് എന്നും ദിവ്യക്ക് പോകുന്നത്. എല്ലാവരോടും ഞാൻ പറയാറുണ്ട്, ഉടമ്പടി ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരോട് ഞാൻ പറയാറുണ്ട്, ഉടമ്പടി തെറ്റിക്കരുത്, ദിവ്യബലിക്ക് പോകണം, പ്രേക്ഷിത പ്രവൃത്തിക്ക് പോകണം. എനിക്ക് ഇനിയുള്ളൊരു ആഗ്രഹമാണ് അഘട്ട ജപമാല ഗ്രൂപ്പ് തുടങ്ങണമെന്ന്. ദൈവിക കാര്യങ്ങളിൽ കൂടുതൽ ചിന്താഗതിയായിട്ട് നടക്കുന്നു. ആ ഡെയിലി ബ്രെഡ് കാണാറുണ്ട്. സാക്ഷ്യങ്ങൾ ഫുൾ ടൈം ഇയർഫോണുള്ള കാരണം സാക്ഷ്യങ്ങളൊക്കെ കേൾക്കാറുണ്ട്. അച്ഛൻ്റെ ധ്യാനങ്ങൾ ഒന്നും ഒഴിവാക്കില്ല ഞാൻ. ഇതെന്നാൽ ഈശോയ്ക്കും കൃപാസനാമ്മയ്ക്കും കോടാന നന്ദി പറയുന്നു. അവിടുന്ന് അരുളി ചെയ്യുന്നു, ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും, ഞാനാണ് നിന്നെ അയക്കുന്നത്. പുറപ്പാട് പുസ്തകം 3:12. ഞാൻ നിന്നോട് കൂടെ ഉണ്ടാകുമെന്നത് ദൈവ സാന്നിധ്യം തന്നെയാണ് നമ്മുടെ ശക്തി. ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ ഏറ്റവും ഉറപ്പുള്ളത് ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്. പഴയ നിയമത്തിലെ ഉടമ്പടിയിലും വാഗ്ദാന പേടകത്തിലെ ദൈവ സാന്നിധ്യമായിരുന്നു. ഇന്ന് പരിശുദ്ധ അമ്മയാണ് വാഗ്ദാന പേടകം. ആ ദൈവ സാന്നിധ്യമാണ് നമ്മുടെ കൂടെയുള്ളത്. മരിയൻ ഉടമ്പടിയിൽ നമ്മൾ ഈശോയോടും അമ്മയോടും ചേർന്ന് ജീവിക്കാൻ വാഗ്ദാനം ചെയ്യുന്നു. ദൈവം നമ്മളോട് പറയുന്നതും നീ ഒറ്റയ്ക്കല്ല, ഞാൻ നിന്നോട് കൂടെയുണ്ടെന്നാണ്. ദൈവം കൂടെ ഉള്ളതിനാൽ നാം ഒരിക്കലും ഒറ്റയ്ക്കല്ല. റിൻസൺ എന്ന സഹോദരൻ്റെ സാക്ഷ്യത്തിൽ ഒരു കൊച്ച് സാക്ഷ്യത്തിൽ പങ്കിട്ടതും അതുതന്നെയാണ്. എന്നോടൊപ്പം എൻ്റെ ദൈവമുണ്ട്. ആ ദൈവ സാന്നിധ്യത്തെ പറ്റിയാണ് റിൻസൺ നമ്മളോട് ഷെയർ ചെയ്തത്. കൃപാസനത്തിൽ കൂട്ടുകാരുടെ കൂടെ വെറുതെ കാണുവാനായിട്ട് വന്ന റിൻസൺ പിന്നീട് ഒരു പുതിയ ജീവിതത്തിലേക്ക് തന്നെയാണ് ഈശോയും അമ്മയും കരം പിടിച്ച് ഈ മകനെ നയിച്ചത്. കൂട്ടുകാർ ഒരുപക്ഷെ ഇന്ന് ഉടമ്പടിയിലില്ലായിരിക്കാം. പക്ഷെങ്കിൽ ഇന്ന് റിൻസൺ, അന്ന് 2023 കൂട്ടുകാരുടെ കൂടെ കൃപാസനം വന്ന റിൻസണാണ് മദ്യപാനത്തിലും വേറൊരു ജീവിതത്തിലുമായിരുന്നു. പക്ഷെങ്കിൽ ഇവിടെ വന്ന് കാലുകുത്തിയ ശേഷം പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം അടുത്തറിഞ്ഞ നിമിഷം മുതൽ ആ അമ്മയുടെ സ്നേഹത്തിലൂടെ ഉടമ്പടിയിലൂടെ ജീവിതം മുന്നോട്ട് നയിച്ചപ്പോൾ ഈശോയും അമ്മയും ഒരു പുതിയ വഴിയാണ് കാണിച്ചു കൊടുത്തത്. ഇപ്പോൾ പക്ഷേ പല കൂട്ടുകാരും നഷ്ടപ്പെട്ടു. പക്ഷെങ്കിൽ ഇന്ന് ഒറ്റയ്ക്കല്ല. ഈശോയുടെയും അമ്മയുടെയും സാന്നിധ്യത്തിലൂടെ ആ ദൈവസ്നേഹത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ഉടമ്പടിയിൽ തീഷ്ണതയോടെ വിശ്വസ്തതയുടെ മുന്നോട്ട് നയിക്കുകയാണ് റിൻസൺ. ഈശോയുടെയും അമ്മയുടെയും കാരുണ്യത്താലാണ് ഇന്ന് അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായിട്ട് ഇന്ന് റിൻസൺ അവിടെ വന്നിരിക്കുന്നത്. ഈ മകൻ പറഞ്ഞതുപോലെ ആദ്യം അമ്മയ്ക്ക് രോഗമുണ്ടായിരുന്നു. ആ അലർജിയിൽ നിന്ന് സൗഖ്യം ലഭിച്ചത് പരിശുദ്ധ അമ്മയുടെ വെഞ്ചരിച്ച ഉടമ്പടി തൈലം ഉപയോഗിച്ച് പ്രാർത്ഥിച്ച് വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥന ഫലമായിട്ട് അമ്മയ്ക്കുള്ള രോഗസൗഖ്യം ലഭിച്ചു എന്നും, ചേച്ചിക്ക് ഒരു സ്ഥലം മേടിക്കാൻ ആഗ്രഹിച്ചു, അവിടെയും വിശുദ്ധ ഉപ്പ്, അതായത് വെഞ്ചരിച്ച ഉപ്പിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് വർഷങ്ങളായിട്ട് വിൽക്കാൻ സാധിക്കാഞ്ഞ സ്ഥലം വിൽക്കാൻ സാധിക്കുകയും പിന്നീട് അയൽപക്കക്കാരുമായിട്ട് നല്ല രമ്യതയോടെ മുന്നോട്ട് പോകാൻ സാധിക്കുന്നുവെന്നുമാണ് ഈ മകൻ സാക്ഷ്യപ്പെടുത്തുന്നത്. പ്രാർത്ഥിക്കാനായിട്ട് സ്വാതന്ത്ര്യത്തോടെ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാൻ സാധിക്കുന്നുവെന്നും, എല്ലാവരോടും നല്ല ഫ്രീ ആയിട്ട് സംസാരിക്കുവാനും കൂട്ടുകാരോട് കൂടുവാനും ഒക്കെ ഉള്ളൊരു വലിയ ഒരു അനുഗ്രഹമാണ്. കൂട്ടുകാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും അവർക്കുള്ള വിവാഹ തടസ്സം മാറ്റുവാനും ഒക്കെ സാധിച്ചത് ഈ മകൻ്റെ ഉടമ്പടി ജീവിതത്തിൽ വന്നതിൽ പിന്നെയുള്ള ആത്മീയ ജീവിതമാണ്. ആക്സിഡൻറ്റിൽ പല പ്രാവശ്യവും മാതാവിൻ്റെ സംരക്ഷണവും സഞ്ചാരി മാതാവിൻ്റെ സാന്നിധ്യവും ഒക്കെ മനസ്സിലാക്കാൻ സാധിച്ചത് ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ മാത്രമാണ്. ഉടമ്പടി നമുക്കുള്ള ഒരു ഉറപ്പാണ്. ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്നൊരു വാഗ്ദാനമാണ് ഉടമ്പടിയിൽ. നമ്മുടെ ഉടമ്പടി വിശ്വാസ ജീവിതത്തിൻ്റെ അടിസ്ഥാനവും ആ ദൈവ സാന്നിധ്യത്തിൻ്റെ ഉറപ്പാണ്. മരിയൻ ഉടമ്പടി ഒരു ആത്മീയ സമർപ്പണമാണ്. ദൈവം നമ്മുടെ കൂടെയുണ്ട് എന്ന വിശ്വാസത്തിൽ ജീവിക്കാനുള്ള ഒരു തീരുമാനമാണ്. ദൈവസാന്നിധ്യത്തിന് കുറച്ച് വിശ്വാസത്തിൽ ഉടമ്പടി ജീവിതം നമുക്ക് മുന്നോട്ട് നയിക്കാം. റിൻസൺ പറഞ്ഞതുപോലെ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളും സാന്നിധ്യവും മാത്രമല്ല സുഗന്ധാഭിഷേകവും കിട്ടിയെന്നാണ് ഇപ്പോൾ പറഞ്ഞതെന്നോട്.
അതായത് ഈശോയും അമ്മയും കൂടെയുള്ളപ്പോൾ ആ സാന്നിധ്യം നമ്മളൊന്ന് നോക്കിയാൽ മതി, അമ്മയെ കൂടെയുണ്ടോ, ഈശോയെ ദൈവമേ എവിടെയാ എന്ന് ചോദിക്കുമ്പോൾ ആ സുഗന്ധാഭിഷേകം എന്ന് പറയുന്നത് അത് എല്ലാവരുടെ കൂടെ നമ്മൾ നിൽക്കുകയായിരിക്കും. പക്ഷെങ്കിൽ നമുക്ക് മാത്രം ആ സുഗന്ധം ലഭിച്ചെങ്കിൽ അത് ഈശോയുടെ അമ്മയുടെ സാന്നിധ്യത്തിൻ്റെ ഒരു ഉറപ്പാണ്. അങ്ങനെയാണ് റിൻസനും ഈശോയുടെ അമ്മയുടെ സാന്നിധ്യം പല പ്രാവശ്യം അനുഭവിക്കാൻ സാധിക്കുകയും സഞ്ചാരി മാതാവിൻ്റെ സംരക്ഷണവും ലഭിക്കുകയും ചെയ്തു എന്നാണ് മകൻ സാക്ഷ്യപ്പെടുത്തിയത്. കാരുണ്യ പ്രവർത്തികൾ പണ്ടൊക്കെ ചെയ്യുമായിരുന്നു, പക്ഷെങ്കിൽ ഇപ്പോഴും കൂടുതൽ തീക്ഷ്ണതയുടെ ദൈവസ്നേഹത്തിനായിട്ട് അറിയാത്തവരെ അറിയിക്കുവാനും അറിഞ്ഞവരെ ആഴപ്പെടുത്തുവാനുമുള്ള ആ ശ്രമം ഇപ്പോൾ ഉടമ്പടി ജീവിതത്തിൽ കൂട്ടുകാരൊക്കെ വിളിക്കുമെങ്കിലും ചിലപ്പോൾ ഞാൻ ഒറ്റപ്പെട്ട് പോയെങ്കിലും പക്ഷേ എൻ്റെ കൂടെ എൻ്റെ അമ്മയുണ്ട്, കൃപാസനം അമ്മ, ഈശോയുടെ സാന്നിധ്യമുണ്ട്. എൻ്റെ ജീവിതത്തിൽ കൂടുതൽ സമാധാനവും സന്തോഷവുമാണ്. പണ്ട് മദ്യപാനത്തിൽ നിന്നുള്ള സമാധാനമല്ല ഇപ്പോഴുള്ളത്, ഇപ്പോഴുള്ള ഒരു ശാശ്വതമായൊരു സമാധാനമാണ്. ആ സമാധാനം നിത്യത വരെ കണ്ടിന്യൂ ചെയ്യാനായിട്ടാണ് റിൻസിൻ്റെ ആഗ്രഹം. 2023 മുതൽ ഇന്ന് തുടർച്ചയായിട്ട് ഉടമ്പടി പുതുക്കിക്കൊണ്ട് ഉടമ്പടിയിൽ തന്നെ മുന്നോട്ട് പോകുവാനാണ് സിൻസൻ്റെ ആഗ്രഹം. ഈശോയും അമ്മയും ഈ മകൻ്റെ ആഗ്രഹം സാധിച്ച് ജീവിതം മുന്നോട്ട് നയിക്കുവാനുള്ള അനുഗ്രഹം ലഭിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. അവിടുന്ന് അരുൾ ചെയ്തു, ഞാൻ നിന്നോട് കൂടി ഉണ്ടായിരിക്കും, ഞാനാണ് നിന്നെ അയക്കുന്നതെന്ന വചനം നമ്മുടെ ജീവിതത്തിലും ഫലപ്രദമാകുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. റിൻസിന് കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.